അല്ല, എല്ലാ മനുഷ്യർക്കും നമ്മളെക്കുറിച്ച് നന്മ കേൾക്കാൻ തന്നെയാണ് ആഗ്രഹം. ചിലർ പറയും എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നെപ്പറ്റി നല്ലത് പറഞ്ഞ് കേൾക്കുക, എൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്നവരെ പറ്റി നല്ലത് പറഞ്ഞ് കേൾക്കുക. അതിപ്പോൾ എൻ്റെ മക്കളും ഭാര്യ എന്നല്ല, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും നന്മ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ 57 വർഷം ഭൂമിയിൽ ജീവിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത രാഷ്ട്രീയ അല്ലെങ്കിൽ മത ചിന്ത ഉള്ളവർക്ക് പോലും നമ്മളോട് ചില കാര്യങ്ങളിൽ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ എപ്പോഴും അതുകൊണ്ട് എല്ലായിടത്തും പറയും, ഈ രാഷ്ട്രീയം, മതം ഇതെല്ലാം വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവേദികളിൽ ചർച്ച ചെയ്യാതിരിക്കുക. പിന്നെ രാഷ്ട്രീയപരമായ പ്രസ്താവനകൾ, ഞാനൊരു സ്ഥാനാർത്ഥിയാകുമ്പോൾ എനിക്ക് രാഷ്ട്രീയം പറഞ്ഞേ പറ്റും, അല്ലാതെ വ്യക്തിപരമായി ഒരിക്കലും ഒരാളെ നമ്മൾ ടാർഗറ്റ് ചെയ്യരുത്. അത് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും, പ്രത്യേകിച്ച് മതം എന്ന് പറഞ്ഞൊരു വിഷയം നമ്മൾ പരമാവധി പൊതു സ്ഥലങ്ങളിൽ സംസാരിക്കാതിരിക്കുക, പ്രശ്നം അവസാനിക്കും. ഇതുവരെ അങ്ങനെ ശീലിച്ചു വന്നു. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്കാർക്ക് തോന്നാറുണ്ട് നമ്മളൊരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും ഭാഗത്ത് ഒരു ശരിയുണ്ടാവും. മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും നമ്മൾ സൊല്യൂഷൻ്റെ ഭാഗത്ത് നിൽക്കാൻ നോക്കണം. അതായത് എപ്പോഴും പരിഹാരത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പിടികിട്ടും. അതായത് നമ്മൾ ചുമ്മാ പറയുന്ന അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അത് പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ പറയുന്നത് ശരിയാണോ. നമുക്ക് തോന്നും നമ്മൾ പറയുന്നത് ശരിയാണ്, പക്ഷെ മറ്റൊരാൾക്ക് തോന്നണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ ജനറൽ ചിന്തകൾ എപ്പോഴും പറഞ്ഞു കൊടുക്കും മക്കൾക്ക്. പറഞ്ഞു കൊടുക്കും തോറും നമ്മുടെ ദേഹത്തും കയറും. കുറേ കാലം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കും നമ്മൾ നല്ലതോ ചീത്തയോ. എങ്കിലും വലിയ മോശം അഭിപ്രായങ്ങളൊന്നും അധിക കാലത്ത് കേൾക്കാറില്ല. അല്ല, ഈ അടുത്തിടെയായി അതായത് അന്ന് ദിയയുടെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അഹാന ബർത്ത്ഡേക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അച്ഛൻ്റെ ഉള്ളിൽ ഒരു ഗുഡ് സോൾ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയതിൽ സന്തോഷം, ഈ ഒരു ഇഷ്യൂ വന്നതോടുകൂടിയാണ് അത് മാറിയതെന്ന്. ബിക്കോസ് അതിന് മുമ്പും ഫാമിലി ആണെങ്കിൽ എല്ലാവരും കറക്റ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവം കാണിക്കുന്നത് കാരണം, ചേട്ടൻ്റെ ഒരു അനുഭാവം കാണിക്കുന്നത് കാരണം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നത് കാരണം അവരും കൂടെ അതിൻ്റെ ബുള്ളിയിങ് കേൾക്കുന്ന ആൾക്കാരായിരുന്നു. സോ കമ്മിങ് ടു ദ അതർ ക്വസ്റ്റ്യൻ, അഹാന BMW എടുത്ത സമയത്ത് നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സെൻറ്റൻസ് അഹാന ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത്, താങ്ക് യു അച്ഛ ആൻഡ് അമ്മ ഫോർ നോട്ട് ടെല്ലിങ് മീ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്നൊരു സെൻറ്റൻസ് അഹാന ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐഡിയൽ പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു ഗുഡ് പാരൻ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, നോട്ട് ടെല്ലിങ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെക്കാൾ മികച്ച രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുടുംബം നയിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പലരുമായിട്ട് ഇടപഴകാൻ ജീവിതത്തിൽ നമുക്കൊരു ഭാഗ്യം കിട്ടും. അപ്പോൾ നമ്മൾ നോക്കും അവരെങ്ങനെയാണ് ഒരു കുടുംബം കൊണ്ടുപോകുന്നത്, അവരിൽ നിന്ന് നല്ല എന്തൊക്കെ എടുത്ത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പ്രയോഗിച്ച് നോക്കാം. എല്ലാം പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരീരം കൊണ്ട്, ഇപ്പോൾ എൻ്റെ മക്കൾ എന്നെക്കാൾ പ്രായം കൊണ്ട് ശരീരം കൊണ്ട് ചെറുതായിരിക്കും, പക്ഷെ അവരുടെ അകത്തിരിക്കുന്ന സോളിന് എന്നേക്കാൾ ഈ ദൂരം യാത്ര ചെയ്തവരായിരിക്കാം. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. എന്നാൽ പലപ്പോഴും ഞാൻ അവരടുത്ത് സംസാരിക്കുമ്പോൾ തോന്നുന്നത് എന്നേക്കാൾ പക്വതയും എന്നേക്കാൾ അറിവും പല മേഖലകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാനാണ് വലുതല്ല, ഞാൻ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അതിൻ്റെ കൂടെ പരമാവധി പോകുമ്പോൾ അവർക്കും സമാധാനമുണ്ട്, എനിക്കും സമാധാനമുണ്ട്. ഇന്ന് വരെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്നൊരു കാര്യം വാങ്ങിച്ചാൽ കൊള്ളാം, എനിക്ക് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാം, ഞാൻ ഓക്കെ. കാരണം ഞാൻ ഏകദേശം ഒരു നല്ലൊരു ശതമാനം എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ച ഒരാളാണ്. ഈ എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അതിനൊരു നെഗറ്റീവ് തോട്ടം വരും. അങ്ങനെയല്ല, നമുക്ക് ശരിയെന്ന് തോന്നുന്നതും മറ്റൊരാൾക്ക് ഉപദ്രവമാവാത്തതുമായ രീതിയിൽ പരമാവധി ജീവിച്ചു പോകാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ മക്കളും അതുപോലെ ജീവിക്കണം. കാരണം ഹാപ്പിനെസ് എന്നൊരു സാധനമുണ്ട്, ഹാപ്പിനെസ് ബ്രിങ്സ് സക്സസ് എന്ന് പറയും. അപ്പോൾ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാവില്ല. അതെൻ്റെ മാത്രം ഹാപ്പിനെസ് പോരാ, എൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്നവരുടെ സന്തോഷം കൂടി എൻ്റെ വിജയത്തിന് ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് അവരുടെ ഒരു കാര്യത്തിലും എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കും. ഓക്കെ. അപ്പം പാരൻസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവും എന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു. കാരണം എന്താ പറയുക, നമുക്ക് തോന്നുന്നത് മറ്റ് പാരൻസിന് തോന്നണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് എനിക്ക് 4 പെൺമക്കളായിരുന്നുകൊണ്ട് പല സ്ഥലത്ത് പോകുമ്പോഴും പല യാത്രകളിലും കൂടെ പോകുമ്പോൾ പെൺമക്കളുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ടെൻഷനുകളെ പറ്റി പറയാറുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്, മക്കൾക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ലേ എന്നൊക്കെ. അത് അവരുടെ ഒരു മനസ്സിലെ കൺസേൺ ആണ് അവർ പറയുന്നത്. ശരിയുമാണ്. കാരണം പത്രവാർത്തകളും മറ്റൊക്കെ വായിക്കുമ്പോഴത്തേക്ക് പലരിലും പേടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയും, ഒരു കാര്യവും ലോകത്ത് നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നത് എൻ്റെ കൂടെ പോകുന്നു. മക്കൾ പോലും
ആ ജന്മങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നാൽ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് തോന്നിയുകൊണ്ടായിരിക്കാം അവർ നമ്മളോടൊപ്പം വന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ അവർക്ക് പരമാവധി സന്തോഷം കൊടുത്താൽ അവർ നമ്മുടെ കൂടെ യാത്ര ചെയ്യും, ഇല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകാം. അപ്പോൾ ഒരു യാത്രയല്ലേ ഈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ പരമാവധി മറ്റുള്ളവരെയും കൂടി സന്തോഷിപ്പിച്ച് പോയാൽ നല്ലതാണെന്ന് തോന്നുന്നു. ഒരു നല്ല പേരൻ്റ് എന്നൊന്നും എനിക്ക് തോന്നാറില്ല. എനിക്ക് അവർ പലപ്പോഴും എൻ്റെ മക്കളായിട്ട് വല്ലതും തോന്നല്, നല്ല കൂട്ടുകാർ. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും അവർ കൂടെ നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കാണിച്ച വീഡിയോയിൽ ഹൻസിക ചേട്ടനെ മുത്തേ എന്ന് വിളിക്കുന്ന കാണാറുണ്ട് നമ്മൾ. അവളൊരു അസാമാന്യ ക്യാരക്ടർ. അവള് ജീവിതത്തിൽ ജനിച്ച് 1.5 വയസ്സായപ്പോഴത്തേക്ക് അവൾക്ക് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. കുറച്ച് കാലം അവൾ അതിൻ്റെ സഫർ ചെയ്തതാണ്, വളരെയധികം വേദന സഫർ ചെയ്തതാണ്, ധാരാളം മെഡിസിൻസ് ബോഡി കയറിയതാണ്. പക്ഷെ അവൾ അസാമാന്യമായൊരു ബാലൻസ് ചെയ്ത് ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് ഒരാളോടും വഴക്കൂടുന്ന കണ്ടിട്ടില്ല. ഞങ്ങൾ തന്നെ വീട്ടിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ അതിന് സമാധാനം ഉണ്ടാക്കാൻ വരുന്ന ഒരാളാണ്. അവൾ ഇടപെടുമ്പോൾ എന്തോ പ്രശ്നം അവിടെ അവസാനിക്കാറുമുണ്ട്. അതെന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, പ്രായം കൊണ്ട് ഞാൻ അവൾ തമ്മിൽ ഏകദേശം വലിയൊരു വ്യത്യാസമുണ്ടല്ലോ. ഇന്നിപ്പോൾ അവൾക്ക് 20 വയസ്സ്, എനിക്ക് 57, മേ ബി 37 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ എൻ്റെ വളരെ മുകളിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും സിന്ധുവിനെ വിളിക്കുന്ന സിന്ധു വിളിക്കുന്നത് ചിലർക്കത് അലോസരപ്പെടുത്തുന്ന രീതിയിലാവും. അത് ഇഷാനി അങ്ങനെയാണ്, എല്ലാരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം അവരുടെ കംഫർട്ടുമാണ്. അല്ല, നമുക്കത് കാണുമ്പോൾ ഒരു ഫ്രണ്ട്ലി പാരന്റൽ വൈബ് പാരന്റ്സ് നല്ല വഴക്കൂടും, ഞങ്ങള് നല്ല ചീത്ത കൊടുക്കാറുണ്ട്. അതൊക്കെ വേറെ വിഷയം കേട്ടോ. പക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ അവരങ്ങ് വളരെ പക്വത വന്ന പോലെ നമുക്കൊന്നും ഒരു വഴക്ക് കൂടാനൊരു ചാൻസ് പോലും തരുന്നില്ല. ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്, അല്ലെ വേറെ ഒന്നുമില്ല, ഭാഗ്യമാണ്. ഇപ്പോൾ ഹൻസികയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടി തൊട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാ? കോളേജിൽ പോകുന്ന കുട്ടിക്ക് അടക്കം ഫിനാൻഷ്യൽ അതായത് അക്കൗണ്ടിലേക്ക് പൈസ വീഴുകയാണല്ലോ വീഡിയോസ് ഇടുന്നതനുസരിച്ച്. യൂട്യൂബ് റവന്യൂ വീഴുകയാണല്ലോ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ ഒക്കെ ഉണ്ടോ? എങ്ങനെയാന്നൊക്കെ ഉള്ളത്? പാരൻസ് ഇടപെടാറുണ്ടോ? ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയും. ഡിസിപ്ലിൻ ജീവിതത്തിൽ ഏത് മേഖലയിൽ നമുക്ക് ഒരു അച്ചടക്കം വേണം. അച്ചടക്കം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഭംഗിയാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മളെപ്പോഴും ഇന്ന് നമുക്ക് ഓഡിറ്റേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പോകണം. രണ്ടാമത്തെ വിഷയം, വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇതിനെ കൺട്രോൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഈ മാനേജ്മെൻറ്റ് കാര്യത്തിൽ സ്ത്രീകൾക്ക് അസാമാന്യ കഴിവാണ് പുരുഷന്മാരെക്കാൾ. പുരുഷന്മാർ മോശം എന്നല്ല. അപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സിന്ധുവാണ്. ഞങ്ങൾ 6 പേരുടെയും കാര്യങ്ങൾ. പ്ലസ് വി ഹാവ് എ നൈസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനിയുണ്ട്, ഓഡിറ്റിംഗ് കമ്പനിയുണ്ട്. അപ്പോൾ കൃത്യമായി ടാക്സ് അടച്ചു പോവുക, കൃത്യമായി എല്ലാ സമയവും റിട്ടേൺസ് ഫയൽ ചെയ്യുക. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ, ഒരു ചിട്ടയും ശീലവും തുടക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഒന്നുമില്ല, ഇത്ര രൂപ വരുമാനം വരുന്നു, അതിൻ്റെ ഇത്ര രൂപ ടാക്സാണ്, അത് കൃത്യമായിട്ട് അടച്ച് എല്ലാത്തിനും റെസീറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫയൽ ചെയ്ത് സൂക്ഷിച്ച് വെച്ചാൽ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഇതിപ്പോൾ ആര് കേൾക്കുന്നുണ്ടെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്.